നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തിൽ വിഘടനവാദത്തിന്റെയും ഭീകരതയുടെയും വിത്തുകൾ വിതയ്ക്കുന്ന പാകിസ്ഥാൻ വിഭജനത്തിന്റെ വക്കിലോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള ചില വാർത്തകൾ അവിടെ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ മേഖലയിൽ ബലൂചിസ്ഥാൻ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം അതിന്റെ ഒരു പ്രഖ്യാപനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ മേഖലയിലെ ഏകദേശം 85% പ്രദേശത്തിന്റെ നിയന്ത്രണം തങ്ങളുടെ പക്കലാണ് എന്ന് അവർ അവകാശപ്പെടുന്നു. അതോടൊപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധ സ്വരങ്ങൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളെ ഇന്ത്യ എങ്ങനെ നോക്കിക്കാണണം? ഇന്ത്യക്ക് ഈ ഒരു സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെ? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു എയർ വെറ്ററൻ ശ്രീ സഞ്ജയ് നസ്. അദ്ദേഹം അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്തിന്റെ സ്റ്റേറ്റ് പാട്രണാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മിഥുൻ വിജയകുമാർ, അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ അഭിലാഷ് ജി രമേശ്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ സഞ്ജയ് നസ്, ആദ്യമേ തന്നെ അങ്ങ് രാജ്യത്തിന് അങ്ങ് നൽകിയ സേവനങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങയോടുള്ള ചോദ്യം ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര രാജ്യ പ്രഖ്യാപനം, ഒപ്പം തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ അതിശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ സ്വരങ്ങൾ, ഒരു ഡിപ്ലോമാറ്റിക് ലെവലിൽ ഈ സംഭവ വികാസങ്ങളെ നമ്മുടെ മാതൃരാജ്യമായിട്ടുള്ള ഭാരതം എങ്ങനെ നോക്കിക്കാണും? ശ്രീ സഞ്ജയ്. ശരിക്കും ഏറെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു തലക്കെട്ടാണ് പാകിസ്ഥാൻ വിഭജനത്തിന്റെ വക്കീലോ. കാരണം തങ്ങള് ലോക സമാധാനത്തിന് വേണ്ടി ഒരു നിലയ്ക്ക് നിൽക്കുന്നു എന്ന് പറഞ്ഞു വരുന്ന സമയത്താണ് അവരുടെ രാജ്യത്ത് തന്നെ വലിയ വലിയ ഭൂരിപക്ഷമുള്ളത് സിന്ധും നമ്മുടെ പഞ്ചാബ് ഒഴിച്ചുള്ള ബാക്കി പ്രദേശത്ത് ഒരു റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്നുള്ളൊരു പ്രഖ്യാപനം വരുന്നു. നമുക്കറിയാം, ഇപ്പം നമുക്ക് അവതാരകൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു 85% ആ സ്ഥലത്തെ ബലൂചിസ്ഥാന്റെ കൺട്രോൾ ആ സൈനികളിൽ നിന്ന് അവർ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രമാത്രമാണ് നമുക്കറിയാം. കാരണം 15% സ്ഥലം മാത്രമാണ് പിന്നീടുള്ളത്. അത് പാകിസ്ഥാൻ ആർമിയുടെ കയ്യിലുള്ളത് 15% കൺട്രോൾ ഉള്ളതെന്ന് പറയുന്നു. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നമ്മൾ ഭാരതത്തിന്റെ സൈഡിൽ നിന്ന് നോക്കിക്കാണുന്നത് തികച്ചും മറ്റൊരു രാഷ്ട്രത്തിന്റെ കാര്യം എന്നുള്ള രീതി തന്നെയാണ്. കാരണം നമ്മൾ അറിയാം, പണ്ട് മുതലേ ഭാരതത്തിന്റെ നിലപാടുകൾ എപ്പോഴും അതിർത്തി രാജ്യങ്ങളെ ഓരോരുത്തരെയും അവരുടെ രാജ്യത്തിനുള്ള സർവാധികാരത്തിലേക്ക് ഒരിക്കലും കടന്നു കയറിയിട്ടില്ലാത്ത ഒരു രാഷ്ട്രമാണ് ഭാരതം. അപ്പോ ഇവിടെയും അത് തന്നെയാണ്. ഭാരതത്തിനെ നോക്കിക്കാണുന്നത് നമുക്കുള്ള ആശങ്കകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നത് മനുഷ്യാവകാശ ലംഘനവും അവിടുത്തെ എക്സ്പ്ലോയിറ്റേഷനുമാണ്. അത് ഭാരതം ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അല്ലാതെ അവിടെ നടക്കുന്ന ഒരു വിഭജനത്തിനുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്ര പ്രഖ്യാപനത്തോടോ അല്ലെങ്കിൽ ആന്റി പാകിസ്ഥാനുള്ള നടക്കുന്ന കാര്യങ്ങളൊന്നും ഭാരതത്തിന്റെ സേനകളോ ഭാരതത്തിന്റെ ഏജൻസികളോ ഒരു തരത്തിലും പങ്കെടുക്കുന്നില്ല, പങ്കാളികളാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ആ ആശങ്കകളുണ്ട്, തീർച്ചയായിട്ടും ആശങ്കകളുണ്ട്. നമുക്കറിയാം 71 തന്നെ ഇതേതുപോലെ ഏതാണ്ട് സാഹചര്യത്തിൽ തങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് പാകിസ്ഥാനിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. നമുക്ക് തീർച്ചയായും അടുത്തൊരു രാജ്യമാകുമ്പോഴത്തേക്ക് നമുക്കതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ അന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ആ പാകിസ്ഥാനിലേക്ക് നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് ആ സ്ഥലമെല്ലാം നമ്മൾ വിട്ടുകൊടുത്ത് തിരിച്ചു പോരുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അവരുടെ ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും അതിൽ നമ്മളുടേതായിട്ടുള്ള യാതൊരു റോളും ഇല്ല. തീർച്ചയായിട്ടും നമ്മൾ ആശങ്കാകുലരാണ്. കാരണം ഇപ്പൊ അവരോട് ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ, അത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസ്, ചൈനയുടെ ഇൻവോൾവ്മെന്റ്, ചൈനയും പാകിസ്ഥാനുമുള്ള എക്കണോമിക് ഈ പരിപാടി, ബില്യൺ ക്രോസിന്റെ വലിയ വലിയ ഡോളേഴ്സിന്റെ പരിപാടികൾ, ഇതെല്ലാം നമുക്ക് ആശങ്ക ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ തൊട്ടുള്ള സ്ഥലത്താണ്, നമ്മുടെ നേവൽ സെക്യൂരിറ്റിക്ക് പ്രശ്നമുണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടും പറയാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ തീർച്ചയായിട്ടും ഭാരതം ഇന്നും അതിനെ നോക്കിക്കാണുന്നത്, ഒരു സൈനികൻ എന്ന നിലയിൽ ഞാൻ അതിനെ നോക്കിക്കാണുന്നത് തികച്ചും മറ്റൊരു രാഷ്ട്രത്തിന്റെ ആഭ്യന്തര വിഷയം എന്ന രീതിയിൽ തന്നെയാണ്. വളരെ വ്യക്തമാണ്. ശ്രീ മിഥുൻ വിജയകുമാർ, നമുക്കറിയാം പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയമാണ് അത്. മറ്റൊരു ആംഗിളിലൂടെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം, അതിൽ തങ്ങൾ ഇടപെട്ട് എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ തങ്ങൾ ഇടപെട്ട് അവിടെ സമാധാനം സ്ഥാപിക്കാൻ പോകുന്നു എന്നൊരു വ്യാജ നറേറ്റീവ് ലോകത്ത് സൃഷ്ടിക്കാൻ ഇങ്ങനെ പെടാപ്പാട് പെടുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ അത്തരം ശ്രമങ്ങൾക്ക് തങ്ങളെക്കുറിച്ചൊരു എന്താണ് പറയുക, ഒരു ഗുഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയല്ലേ ഇപ്പോൾ
സ്വന്തം രാജ്യത്ത് നിന്ന് ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നും അവർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീ മിഥുൻ വിജയകുമാർ. തീർച്ചയായിട്ടും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്ക ഇറാൻ വിഷയം എന്തോ തീർക്കാൻ പോകുന്നു, അതിൽ വലിയൊരു പങ്ക് വഹിച്ചു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പി ആറിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ പറയാം. അവരുടെ പാകിസ്ഥാന്റെ ഒരു ഗവൺമെന്റിന്റെ പി ആർ ആയിരിക്കും അത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം പാകിസ്ഥാന് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ വിഷയങ്ങളിൽ സ്വാധീനമില്ലാത്ത രാജ്യമാണ്. പലരുടെയും ഒരു എന്താ പറയാ ഒരു ആശീർവാദം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ, പല രാജ്യങ്ങളുടെയും. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന് മറ്റുള്ള പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളുടെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് അതിലൊരു മീഡിയേറ്റർ ആവാനുള്ള ഒരു ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ആരും കണ്ടിട്ടില്ല. പാകിസ്ഥാന് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ട് സൃഷ്ടിക്കാൻ അവർ ആ സമയത്ത് ശ്രമിച്ചു. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഇന്റേണൽ വിഷയങ്ങൾ മെയിൻലി ഈ പറഞ്ഞ പോലെ മുസഫറാബാദിലെയും റാവൽകോട്ടിലെയും POKയുടെ പിന്നെ ബലൂചിസ്ഥാനിലെ ഇഷ്യൂസ്. അപ്പൊ ഇത്രയും വലിയ ഇന്റേണൽ ഇഷ്യൂസ് ഉള്ള രാജ്യം മറ്റുള്ള ഇന്റർനാഷണൽ അഫയേഴ്സിലൊക്കെ ഇടപെട്ട് അതിലെന്തോ ഭയങ്കര ഒരു പീസ് കീപ്പർ ആവേണ്ട ആവശ്യം അവർക്കുണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. കാരണം ഇത്ര വലിയ വലിയ പ്രശ്നങ്ങൾ ഈ രാജ്യത്തിന്റെ അകത്ത് തന്നെ ഉള്ളപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു സമയം പോലും ഉണ്ടോ ശരിക്കും? കാരണം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ മുസഫറാബാദിലെയും റാവൽകോട്ടിലെ ഇഷ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ എല്ലാ കാലത്തും ഒരു വെപ്പണൈസ് ചെയ്തൊരു കാര്യമായിരുന്നു കാശ്മീർ. അതായത് ഇന്ത്യക്കെതിരെ, അതായത് കാശ്മീർ എന്ന് പറയുന്നത് എന്താ പറയാ ഒരു എക്സ്പ്ലോയിറ്റഡ് റീജിയൻ ആണ്. കാശ്മീരിന്റെ യഥാർത്ഥ ഒരു രക്ഷകരായിട്ടായിരുന്നു പാകിസ്ഥാൻ അവരെ തന്നെ പ്രതിഷ്ഠിച്ചത്. പക്ഷെ ഇപ്പം POKയിൽ നടക്കുന്ന ഇഷ്യൂസ് ആണ് ലോകത്തിന്റെ മുന്നിൽ ശരിക്കും ഇന്ത്യ ചൂണ്ടിക്കാണിക്കേണ്ടത്. കാരണം പാകിസ്ഥാൻ അവിടെ ഏത് രീതിയിലാണ് ആ സിറ്റിസൺസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തത് എന്ന് ലോകം അറിയേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം അവിടെയുള്ള 12 റിസർവ്ഡ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് സീറ്റ് അത് POKയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറിക്ക് പുറത്താണ് ഇരിക്കുന്നത്. അതായത് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അവിടെ ഈ പറഞ്ഞ ലെജിസ്ലേറ്റീവ് സീറ്റുകളിൽ ഒരു പങ്കുമില്ല. അപ്പൊ പാകിസ്ഥാന്റെ ഈ പഞ്ചാബ് റീജിയനിലും മറ്റുള്ള ആളുകൾക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണിത്. അപ്പം POKയിൽ നടക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? ഇസ്ലാമാബാദിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇരിക്കുന്ന ആളുകളാണ് POKയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം പണ്ട് ബംഗ്ലാദേശിനോട് ചെയ്തത് പോലുള്ള ഒരു ചതിയാണ് POKയിലെ ആളുകളോട് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പം ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി. അപ്പോ പാകിസ്ഥാന്റെ ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ വിഷയങ്ങളല്ല. പക്ഷെ അവർ കഴിഞ്ഞ 70 വർഷമായി 70-ലും കൂടുതൽ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം POKയിലെ എന്താ പറയാ ഒരു ഭയങ്കര ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു സംരക്ഷകരാണ്. ഈ ആസാദ് കാശ്മീർ എന്ന് പറഞ്ഞാൽ എന്തോ കാശ്മീരിനെ ഒരു ലിബറേറ്റ് ചെയ്തു എന്ന രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആസാദ് കാശ്മീരാണ് ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റ് സ്പോൺസർഡ് ആയിട്ടുള്ള ഒരു ടെററിന്റെ വിക്ടിംസ് ആയിട്ടാണ് അവരെ നമ്മൾ കാണുന്നത്. കാരണം ഈ JAC മൂവ്മെന്റ് അവര് ഇന്ത്യയോട് പോലും സഹായം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഒരു വലിയ മോറൽ വിക്ടറിയാണ്. കാരണം അവിടുത്തെ ഓക്യുപ്പൈഡ് സിവിലിയൻസ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇന്ത്യയെ അവരുടെ ഒരു സേവിയർ ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 1994 പാർലമെന്ററി ഒരു യുനാനിമസ് ആയിട്ടുള്ള ഒരു പാർലമെന്ററി റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് കാശ്മീർ നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമാണുള്ളത്. അതിന് ഏറ്റവും കൂടുതൽ പ്രസക്തി കിട്ടുന്നത് ഈ സമയത്താണ്. കാരണം POKയിലെ POKയിലെ സിറ്റിസൺസ് തന്നെ പറയുകയാണ് ഇന്ത്യ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം എന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ബംഗ്ലാദേശിനെ എങ്ങനെയായിരുന്നു ഇന്ത്യ അന്ന് ഇടപെട്ടിട്ട് ലിബറേറ്റ് ചെയ്തത് അതുപോലത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും പാകിസ്ഥാന്റെ ഇന്റേണൽ വിഷയങ്ങളാണ്, അതിലൊന്നും ഇന്ത്യക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ഗ്ലോബൽ സ്റ്റേജിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ വിഷയങ്ങളാണിത്. കാരണം പാകിസ്ഥാൻ ഏത് തരത്തിലാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് റീജിയൻസിലും, പ്രത്യേകിച്ച് ബലൂചിസ്ഥാനിലും POKയിലും. ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞത് പാകിസ്ഥാന്റെ ഒരു ലാൻഡ് മാസിന്റെ 44%. പാകിസ്ഥാൻ ഏറ്റവും വലിയ പ്രോവിൻസ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ ഈ ഗോൾഡ്, കോപ്പർ, നാച്ചുറൽ ഗ്യാസ് ഇതിന്റെയൊക്കെ ഒരു വലിയ ഒരു റെപ്പോസിറ്ററി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഈ പാകിസ്ഥാനികളും എലീറ്റ് പാകിസ്ഥാനികളും പിന്നെ ഈ ചൈനയും തമ്മിലുള്ള ഒരു ട്രേഡ്, അതാണ് ആ ഒരു പ്രദേശത്തെ പാകിസ്ഥാന്റെ ഏറ്റവും എന്താ പറയാ ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമാക്കി മാറ്റിയത്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവരും ഒരു എന്താ പറയാ അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞു. ഇപ്പൊ അതിനെ ലിബറേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോ ബലൂചിസ്ഥാൻ പുതിയൊരു രാജ്യമായിട്ട് അവരെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം അവിടെയുള്ള ആളുകൾക്ക് അത്രയും കാലത്തൊരു ദുരിതം അതിനൊരു സമാപ്തിയിലേക്ക് പോവുകയാണെന്ന് വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. കാരണം പാകിസ്ഥാന്റെ മിലിറ്ററി എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഒരു റിയൽ എസ്റ്റേറ്റ് എൻറ്റിറ്റി പോലെയാണ് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു കൗണ്ടർ ഇൻസർജൻസി ഒന്നും ഓപ്പറേഷൻസ് ഒന്നുള്ള ഒരു പ്രിപ്പയർനെസ് ഒന്നും ഇപ്പോൾ ഇല്ല. കാരണം അവർ സ്ഥലം വാങ്ങി കൂട്ടുകയും ഏറ്റവും കൂടുതൽ ലാൻഡ് ഹോൾഡിംഗ്സ് ഉള്ള പാകിസ്ഥാനി ആർമി ഓഫീസേഴ്സിനാണ് പാകിസ്ഥാനിൽ. അപ്പൊ പാകിസ്ഥാൻ ആർമി എന്ന് പറഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ കൗണ്ടർ ഇൻസർജൻസിക്ക് ഒന്നുള്ള പ്രിപ്പയർനെസ് ഇല്ല. അപ്പൊ ഈ ഒരു സമയത്ത് ബലൂചിസ്ഥാന്റെ ക്ലെയിം ഒരു പക്ഷേ ശരിയായിരിക്കാം. കാരണം അവർ പാകിസ്ഥാൻ ആർമിയെ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 85% പുറത്താക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ
ആ ക്ലെയിം തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ആർമിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ശരിയായ ഒരു ക്ലെയിം ആയിരിക്കാം. അങ്ങനെ ബലൂചിസ്ഥാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രോവിൻസ് ആണ് പാകിസ്ഥാന് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇത് വീണ്ടും ആ ഒരു ഈസ്റ്റ് പാകിസ്ഥാനിലെ ഒരു ഒരു സിറ്റുവേഷൻ, അതായത് നമ്മുടെ 1971 ആ ഒരു സിറ്റുവേഷനിലേക്ക് വീണ്ടും പാകിസ്ഥാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വ്യക്തമാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ തന്നെയാണ്. ഡോക്ടർ അഭിലാഷ് ജി രമേശ്, നമ്മൾ ഇതിന്റെ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ആ ഒരു സാഹചര്യം പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ബലൂചിസ്ഥാൻ അവർ ഇന്ത്യയുടെ ഒരു പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം POKയിലെ ജനങ്ങൾ ഇന്ത്യയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ബലൂചിസ്ഥാനിൽ ചൈന ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ പ്രദേശത്തുണ്ട്. പ്രത്യേകിച്ച് ചൈന മേഖലയിൽ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തിയിട്ടുണ്ട്. ഒപ്പം നമുക്കറിയാം ഇറാനുമായിട്ട് ഈ ബലൂചിസ്ഥാൻ മേഖല ബോർഡർ പങ്കിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യമാണ് എങ്കിൽ പോലും ഈ വിഷയങ്ങളിൽ ഇന്ത്യ നടത്തുന്ന പ്രതികരണങ്ങൾ വളരെ വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ആ മേഖലയിൽ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയില്, പ്രത്യേകിച്ച് ചൈനയ്ക്ക് അവിടെ റോളുണ്ട്, ഇറാൻ ഒരു പങ്കുണ്ട്. ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഡോക്ടർ അഭിലാഷ് ജി രമേശ്. തീർച്ചയായിട്ടും ഇത് കേവലം പാകിസ്ഥാന്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇന്ത്യയെ കൂടി അല്ലെങ്കിൽ ഭാരതത്തെ കൂടി ബാധിക്കുന്ന രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ആയിരിക്കും ഒരുപക്ഷെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ചു പോവുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം വീണ്ടും ഒരു സെമി ഗ്രേറ്റ് ഗെയിം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വീണ്ടും പവർ റൈവലറീസ് ഉണ്ടാവുകയും അവിടെ ഇന്ത്യയും ചൈനയും തമ്മിലേക്കുള്ള കണ്ടസ്റ്റേഷൻസ് നേരിട്ടും അല്ലാതെയുമൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമുക്ക് ആശ്വാസം എന്ന് പറയാനുള്ള ഒരു കാര്യം, ഗദർ പോർട്ട് ചൈന ഉദ്ദേശിച്ച രീതിയിലുള്ള വലിയൊരു വളർച്ചയോ അല്ലെങ്കിൽ വലിയൊരു കുതിപ്പോ ഒന്നും നടത്തിയിട്ടില്ല. അതിന്റെ സെക്കൻഡ് ഫേസ് ഡെവലപ്മെന്റ് ഒക്കെ തന്നെ വളരെയധികം വീക്കായിരുന്നു. സോ അപ്പൊ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ അവർ ഫെയിൽഡ് ആയിരിക്കുകയാണ്. പിന്നെ പാകിസ്ഥാനെ പോലെ വളരെ അൺറിലയബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ വെച്ചുകൊണ്ട് ഒരു എക്കണോമിക് കോറിഡോർ ഒക്കെ നിർമ്മിക്കുന്നതിലെ യുക്തിയില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യേണ്ടതാണ്. സോ അപ്പം അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ശരിക്കും ഇന്ത്യ, നമ്മളിപ്പം കാശ്മീരിലെ ജനത എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഭാഗത്ത് തിളങ്ങി നിൽക്കുന്ന ഭാരതം, തിളങ്ങി മുന്നോട്ട് കുതിക്കുന്ന കാശ്മീർ, മറുഭാഗത്ത് ദാരിദ്ര്യവും പട്ടിണിയും യുദ്ധവും അല്ലെങ്കിൽ കലാപവുമായിട്ട് നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് ആ ഭാഗത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യമാകുക അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, നമ്മുടേതായിട്ടുള്ള ആ പ്രവിശ്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യ വാഞ്ചയൊക്കെ ഉണ്ടാകുന്നു. അപ്പം ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യ അനുഭവിച്ച കാര്യങ്ങൾക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പ്രസക്തി അതൊട്ടുമില്ല എങ്കിൽ പോലും അത് പരിപൂർണമായിട്ട് ഇല്ലാതാവുകയും ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന യാഥാർത്ഥ്യം എല്ലാ രീതിയിലും ഉയർന്നു വരികയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ നേരിട്ടുള്ളതല്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നമ്മൾ കൂടെയാണ് എന്നൊരു സന്ദേശം തന്നെയായിരിക്കും നൽകുക. കാരണം ഇപ്പോൾ നമ്മുടെ ആകാശവാണിയിലൊക്കെ തന്നെ ഇന്ത്യയുടെ ബലൂചിസ്ഥാന്റെ റിപ്പബ്ലിക് സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ വലിയ തോതിൽ കവർ ചെയ്യപ്പെട്ടു. അതൊക്കെ നൽകുന്ന സന്ദേശങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെയുള്ള ഒരു അംഗീകാരത്തിന്റെ സന്ദേശമാണ് എന്നാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഒപ്പം തന്നെ ഡോക്ടർ അഭിലാഷ്, നമുക്കറിയാം ഈ അമേരിക്ക പാകിസ്ഥാൻ ഒരു അടിമ ഉടമ ഒരു ബന്ധത്തിലാണ് ആ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഈ അമേരിക്ക ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്താനുള്ള സാധ്യത ഉണ്ടോ? കുറവാണ്. കാരണം ഇറാനിൽ അമേരിക്ക അവിടെ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പങ്ക് വഹിക്കാനുണ്ടോ? അമേരിക്കയ്ക്ക് നേരിട്ട് ഈ വിഷയത്തിലൊരു പങ്ക് വഹിക്കാനുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ഈ സ്പെഷ്യലിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയൊക്കെ വെച്ചിട്ടുള്ള ചില സഹായങ്ങളൊക്കെ ചിലപ്പോൾ നൽകാനുള്ള സാധ്യതകളുണ്ട്, കൺസിഡറിങ് അത്തരത്തിലുള്ള എക്സ്പീരിയൻസസ് മുൻകാലത്തും ഉണ്ടായിട്ടുള്ളതുപോലെ. പക്ഷേ എന്നിരുന്നാൽ പോലും അമേരിക്ക ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു, ഭാരതം പോലെ ഒരു ശക്തി കൂടെ വേണോ അല്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന ബാധ്യത വേണോ, ഇതിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ട ഒരു സമയമായിരിക്കുകയാണ്. കാരണം ഏത് കാലത്തും അമേരിക്ക, ഇപ്പം തന്നെ നമ്മൾ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക ശരിക്കും പാകിസ്ഥാൻ ഈ പറയുന്ന ഇറാൻ അമേരിക്ക ചർച്ചകളിലൊക്കെ വലിയ പങ്ക് വഹിച്ചു എന്ന് സ്വയം അവകാശപ്പെടുന്നെങ്കിലും നമുക്കറിയാം ഒരു കൊറിയർ ബോയുടെ ഒരു നിലവാരം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അവസാനം ഈ രണ്ട് രാജ്യങ്ങൾ ഇറാനും അമേരിക്കയും ഒരുപോലെ തിരിച്ചറിയുകയാണ് ഇവരൊരു ബാധ്യതയാണെന്ന്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ പ്രസക്തിയില്ലാത്തൊരു രാജ്യമാണ്
ആകെ ഒരു പ്രസക്തി ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഈ ഒരു തെമ്മാടി രാഷ്ട്രത്തിന്റെ കയ്യിൽ ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ട് എന്നത് മാത്രമാണ് ഒരു തലവേദന. ആ തലവേദന കൈകാര്യം ചെയ്യാൻ ലോകരാഷ്ട്രങ്ങൾക്കും പ്രത്യേകിച്ച് ഭാരതത്തിനും മികച്ച ശക്തിയുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. വളരെ വ്യക്തമായിട്ടുള്ള നിരീക്ഷണം തന്നെയാണ്. നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശ്രീ സഞ്ജയ്, നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂർ, ആ ഒരു ഓപ്പറേഷൻ അവസാനിച്ച ശേഷം നമ്മുടെ ഭരണകൂടം കൃത്യമായി പറയുകയുണ്ടായി, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ആ സാഹചര്യങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നൊരു കാര്യം. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് പാകിസ്ഥാൻ ഇങ്ങനെ 4 ചുറ്റിലും നിന്നും ഇങ്ങനെ വരിഞ്ഞു മുറുക്കപ്പെടുന്ന ഒരു അവസ്ഥ. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും താലിബാന്റെ ആക്രമണം, നമ്മളിപ്പോൾ സൂചിപ്പിക്കുന്ന ബലൂചിസ്ഥാൻ, അവിടെ നിന്നുള്ള ആക്രമണങ്ങൾ, അവിടെ നിന്നും ഈ പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഈ പറയുന്ന POK-യിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ സ്വരങ്ങൾ. അപ്പോൾ നമുക്കറിയാം ഈ മാറുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള ഒരു സൈനിക തന്ത്രം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ലെവലിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം, അത് വലിയ രീതിയിൽ ഒരു മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അല്ലെങ്കിൽ വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇന്ത്യ ലോക പൊളിറ്റിക്സിൽ, പ്രത്യേകിച്ച് അയൽരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഇടപെടുന്നത്, അല്ലെങ്കിൽ അതിനെ നോക്കിക്കാണുന്നത് എന്നതിന്റെയൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള സൂചനകളല്ലേ അയൽരാജ്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ? ഇപ്പോ ഡോക്ടർ അഭിലാഷ് പറഞ്ഞതുപോലെ വളരെ പ്രതീക്ഷയോടായിരിക്കാം നമ്മളെ അയൽരാജ്യങ്ങളും ഈവൻ ഇപ്പൊ പാകിസ്ഥാനിലെ പുതിയ ഡെവലപ്മെന്റിന് ശേഷം അവർ നമ്മളെ നോക്കുകയാണ്. ഞാൻ ഇതിന്റെ വേറൊരു ആംഗിള് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇന്ത്യയിലേക്ക്, അതായത് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് ഏറ്റവും അധികം നുഴഞ്ഞുകയറ്റം, അതിനുള്ള പ്രോത്സാഹനവും, അത് യൂണിഫോംഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെററിസ്റ്റ് ആയിക്കോട്ടെ, നടത്തിക്കൊണ്ടുന്ന ഒരു രാജ്യത്തിന് നടത്തേണ്ട ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരുപാട് അവർ ഡിഫൻസ് ബജറ്റിന്റെ ഒരുപാട് പെർസെന്റേജ് നമ്മുടെ അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിനിയോഗിച്ചിരിക്കുന്നത്. അതിന് വലിയൊരു മാറ്റമാണ് ഇപ്പൊ ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, വരും ദിനങ്ങളിൽ നമ്മുടെ ഇപ്പൊ ഓൾറെഡി ഒത്തിരി നമുക്ക് തടയാനായെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കുറച്ച് ഇമ്പാക്റ്റുകളെ അവർക്ക് കാശ്മീരിൽ എവിടെയെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. കാരണം അവരുടെ ഫോക്കസ് മാറി, അവരുടെ ഡിഫൻസ് ബജറ്റിന്റെ ചെലവാക്കേണ്ട വേദി മാറി. കാരണം POK-യിലും ബലൂചിസ്ഥാനിലും അവർക്ക് ഒരുപാട് സ്പെൻഡ്, അവരുടെ ഇന്റേണൽ കോൺഫ്ലിക്ട് തീർക്കാൻ വേണ്ടി അവർക്ക് ചെലവാക്കേണ്ടി വരും. അപ്പോ നമ്മളിപ്പോ പെട്ടെന്ന് ഇതുകൊണ്ട് അംഗീകരിച്ചില്ല, നമ്മൾ അംഗീകരിക്കേണ്ടതല്ലേ എന്നൊക്കെ നമ്മുടെ കോ പാലസ്റ്റിലൊക്കെ ചോദിക്കും. നമ്മളിപ്പോ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഓൾറെഡി ഭാരതത്തിന്റെ മേലിൽ POK ജമ്മു കാശ്മീരിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മറുപടി എന്ന നിലയിൽ ബലൂചിസ്ഥാനിലെ ഭാരതീയ സേനകളും നമ്മുടെ റോ അടക്കമുള്ള സംഘടനകളുമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ഒരു വേള പാകിസ്ഥാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ എടുത്തുചാടി ഒരു അംഗീകാരം ആ പ്രക്ഷോഭത്തിനോ അല്ലെങ്കിൽ POK-യിലോ ഒക്കെ നൽകിയാൽ നമുക്കുണ്ടാകുന്ന തിരിച്ചടി വലുതായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ്, കാരണം നമ്മൾ രാജ്യത്തിലെ ഇന്നത്തെ ഭരണകൂടവും നമ്മുടെ സംവിധാനങ്ങളും ഒന്നും ഒരുപാട് ആലോചിച്ചിട്ടാണ് പലപ്പോഴും കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ വൈകിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ പലതും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഒരു സൈഡിൽ കൂടെ, ഇപ്പം ഞാനൊരു ഡിഫൻസ് പേഴ്സണായിട്ട് തന്നെ പറയണം, നമുക്ക് ഒരുപാട് ഫോക്കസ് നമുക്ക് ജമ്മു കാശ്മീരിൽ കൊടുക്കാതിരിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് പാകിസ്ഥാനകത്തുള്ള ഈ കോൺഫ്ലിക്ട് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നാളെ അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് തീർച്ചയായിട്ടും നമ്മൾ ചേർന്ന് നിന്നവരാണ്, ഭാരതത്തിന്റെ ഭാഗമായിരുന്നവരാണ്. അവർ നമ്മളോട് കൂടിച്ചേരുക എന്നുള്ളത് ഒരു വലിയൊരു സങ്കല്പമാണ്. അത് ഉണ്ടാവേണ്ടതുമാണ്. കാരണം ഒരു വിശാലമായ ഒരു ഭാരതം, നമ്മളിങ്ങനെ ഒരു വേലി കുറിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്ത് നമ്മുടെ ഒരു ഭാഗം ആൾക്കാരെ വേറൊരു ഭാഗം വേറൊരു കോണിൽ ഇന്ന് ഭരിക്കുന്നത് ലാഹോറിൽ നിന്ന്, അല്ലെങ്കിൽ പണ്ട് ഡാക്കയിൽ ഭരിച്ച പോലെ ഡാക്കയിലെ ഭരണം ഇവിടെ നോക്കി നടത്തുന്ന പോലെ അവിടെ അടിമകളും ഉടമകളും അല്ലാത്ത രീതിയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് വരാനുള്ള ത്വര തീർച്ചയായിട്ടും ആ രാജ്യത്തുള്ളവർക്കുണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അതിനെ അംഗീകരിക്കേണ്ട സമയമാകുമ്പോൾ, ഇപ്പോഴല്ല, അതിനെ അംഗീകരിക്കേണ്ട സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ഭാരതത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം അതിനെ മുതിരുന്നത് തന്നെയാണ് ഉറപ്പ്. വ്യക്തമാണ്. ശ്രീ മിഥുൻ വിജയകുമാർ, നമുക്കറിയാം പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അത് വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു പ്രകോപനപരമായിട്ടുള്ള നിലപാടുകളോ പ്രസ്താവനകളോ ശത്രു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ടിറ്റ് ഫോർ ടാറ്റ് എന്ന രീതിയിൽ, ഉരുളയ്ക്കുപ്പേരി എന്ന രീതിയിൽ അത് പ്രസ്താവനകളിലൂടെയോ നടപടികളിലൂടെയോ അത് നീക്കങ്ങളിലൂടെയോ ഒക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഇന്ത്യ നൽകുന്നുണ്ട്. ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് പറയാൻ ബംഗ്ലാദേശിൽ അവിടെ ഭരണം അട്ടിമറിക്കപ്പെടുന്നു. പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്കൊക്കെ ഒരു റോളുള്ള അല്ലെങ്കിൽ അവരുടെ സ്വഭാവമുള്ള ചില
കൂട്ടർ അവിടെ ഭരണത്തിലേക്ക് വരുന്നു. ഇന്ത്യയുടെ ആ ചിക്കൻ നെക്കിനെ സംബന്ധിച്ച് അവർ വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്നു. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ ചിറ്റഗോങ് മേഖലയുമായി കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയല്ലേ ഇന്ത്യൻ ഭരണകൂടം ലോക രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ശത്രുക്കൾക്ക്, രാജ്യവിരുദ്ധ ശക്തികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ അങ്ങ് മാന്തി കീറിക്കളയും എന്ന വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു പൊസിഷൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യ ഒരു എന്താ പറയുക വളരെ ക്ലിയർ ആയിട്ട് ഒരു തിരിച്ചടി, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇൻട്രൂഷൻ ഇവിടെ നടന്നു കഴിഞ്ഞാൽ സമാനമായ ഒരു രീതിയിൽ നമ്മൾ തിരിച്ചടിക്കും. അതിന്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പം ബലൂചിസ്ഥാൻ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ പറയുകയാണ്, പാകിസ്ഥാൻ എപ്പോഴാണ് ബലൂചിസ്ഥാനിൽ ഇന്ത്യക്ക് ഒരു റോൾ ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചത്? അത് നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ വീക്ക്നെസ് ആയിരുന്നു ആ സമയത്ത്. കാരണം അന്ന് മുംബൈയിൽ അറ്റാക്ക് നടന്ന സമയത്ത് ഷർമൽ ഷെയ്ഖ് പാക്ട് സൈൻ ചെയ്യാൻ പോകുമ്പോൾ അവിടെ പാകിസ്ഥാൻ ബലൂചിസ്ഥാന്റെ ഒരു ഫാക്ടർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ ഇന്ത്യ പോയി സൈൻ ചെയ്ത് വരികയായിരുന്നു ചെയ്തത്. അപ്പൊ അതിനുശേഷമാണ് പാകിസ്ഥാൻ എല്ലാ കാലത്തും ഈ ബലൂചിസ്ഥാൻ എന്നൊരു സാധനം നമുക്കെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് അവിടെ ബലൂചിസ്ഥാൻ നമ്മളൊരു രാജ്യമായി ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം എന്നല്ല. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ലോക രാജ്യങ്ങൾ ഇന്ത്യ ഒരു ലീഡർ നേഷൻ ആയിട്ടാണ് കാണുന്നത് തന്നെ പല മേഖലകളിലും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന രാജ്യത്തിന് പാകിസ്ഥാനിൽ നടക്കുന്ന ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ വലിയ രീതിയിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കാരണം പ്രത്യേകിച്ചും കാശ്മീർ വിഷയത്തിൽ, കാരണം കാശ്മീർ ഇത്രയും കാലമായിട്ട് പാകിസ്ഥാൻ പറഞ്ഞത് ആസാദ് കാശ്മീർ എന്നാണ് അതിന് പേര് തന്നെ അവരിട്ടത്, POK. അപ്പൊ POKയിൽ നടന്നിട്ടുള്ള ഇത്രയും വലിയൊരു അട്രോസിറ്റി, അതായത് അവിടുത്തെ ഈ പൊളിറ്റിക്സിൽ, ലോക്കൽ പൊളിറ്റിക്സിൽ 12 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവര് റിസർവ്ഡ് സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഈ പറഞ്ഞ പോലെയുള്ള പഞ്ചാബികളും ഈ റെഫ്യൂജീസിന്റെ ഒരു ലെജിസ്ലേറ്റീവ് സീറ്റായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ വോട്ടിംഗ് ആരാ ചെയ്യുന്നത്? അവിടെയുള്ള ആളുകളല്ല. അപ്പൊ അവർക്ക് പൂർണ്ണമായിട്ടുള്ള വോട്ടിംഗ് നിഷേധിച്ചുകൊണ്ട് ഇത്ര വലിയ ഒരു വയലേഷൻ, ഒരു പൊളിറ്റിക്കൽ വയലേഷൻ ഏത് തരത്തിൽ നോക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു വയലേഷൻ നടത്തുന്ന ഒരു രാജ്യം, ഇതൊക്കെ ഗ്ലോബൽ സ്റ്റേജിൽ ആര് എക്സ്പോസ് ചെയ്യും? പാകിസ്ഥാൻ എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ചൈന, പാകിസ്ഥാന്റെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ റിബൽ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ അവർ വോയിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊരു ഒത്തന്റിസിറ്റി കിട്ടണമെങ്കിൽ, അവിടെയുള്ള കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യണമെങ്കിൽ ഒരു ഗ്ലോബൽ ഫോറം അല്ലെങ്കിൽ ഒരു UN ഇന്റർവെൻഷൻ അതൊക്കെ ആവശ്യപ്പെടേണ്ടത് നമ്മളെപ്പോലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ പാകിസ്ഥാന്റെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് പാകിസ്ഥാനിലെ ഇന്റേണൽ ഇഷ്യൂസ് ഒരുപാടുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ പറഞ്ഞ പോലെ POK അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ. പക്ഷെ ഇന്ത്യയുമായിട്ടുള്ള അവരുടെ ഇഷ്യൂസ് അവിടെ വേറെ തരത്തിലുണ്ട്. അപ്പൊ എല്ലാ കാലത്തും ഒരു റിലീജിയസ് യൂണിറ്റി ഉണ്ടാക്കിയെടുത്തിട്ട് ഈ കാശ്മീർ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവരെപ്പോഴും അവരുടെ ഈ ഇലക്ഷൻസ് ഒക്കെ ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനൊരു അന്ത്യം വരാനാണ് ഇനി പോകുന്നത്. കാരണം POK എന്ന് പറയുന്നത് പൂർണ്ണ തകർച്ചയിലാണ് എല്ലാ തരത്തിലും. അത് എക്കണോമിക് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് രീതിയിലാണെങ്കിലും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ആളുകളൊക്കെ വലിയ പട്ടിണി പരിവേഷത്തിലാണ്. അപ്പൊ അവരെയൊക്കെ രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഈ ലോക രാജ്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കണം. അതൊരു ഇന്റർനാഷണൽ ഫോറത്തിൽ ആ ഒരു വിഷയം ഉയർത്തപ്പെടണം. അല്ലെങ്കിൽ പാകിസ്ഥാൻ എല്ലാ കാലത്തും ഈ ചെയ്യുന്ന പോലെ തന്നെ അവിടെയുള്ള റിബൽ ഗ്രൂപ്പ്സിനെയൊക്കെ തന്നെ ഒരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഇപ്പം ഈ JAC അവരെ ഒരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ബലൂചിസ്ഥാനിലെ പല ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകളെ ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു രാജ്യത്തെ ലോകത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യുക എന്നൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ഇന്ത്യക്കുണ്ട് എന്ന് കരുതി നമ്മൾ ബലൂചിസ്ഥാനെ ഒരു ട്വിറ്റർ പോസ്റ്റിന്റെ മുകളിൽ ഒരു ഇൻഡിപെൻഡന്റ് നേഷനായിട്ട് ഡിക്ലെയർ ചെയ്യണം ആരും അവിടെ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ നോക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ പാകിസ്ഥാന്റെ ഈ ചൈന ബന്ധമുണ്ടല്ലോ, അവരുടെ ഒരു ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അതിനാണ് ഏറ്റവും വലിയ അടികിട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. കാരണം അവിടെ ചൈനയുടെ വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്സ് അവിടെ അവർ ഒഴുക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം താറുമാറായി പോയി. അവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ ഒരു തരം ഇമ്പീരിയലിസ്റ്റിക് ഇൻവേഷൻ ആയിട്ടാണ് അതിനെ അവർ കാണുന്നത്. അപ്പൊ അതിനെതിരെ അവിടുത്തെ ലോക്കൽ ജനത പൊരുതിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ആ രാജ്യത്ത് നടക്കുന്നു. ചൈനയുടെ ഈ സ്ട്രാറ്റജിക് കോറിഡോർ പൂർണ്ണമായിട്ട് ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചൈനയ്ക്കും പാകിസ്ഥാനും അതൊരു ലയബിലിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ തകർച്ച മറ്റ് രാജ്യങ്ങൾക്ക്, അതായത് പാകിസ്ഥാനിലുള്ള ഇൻവെസ്റ്ററാണ് ചൈനയെ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിക് പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മളോട് അത്ര ചേർന്ന് പോകുന്ന രാജ്യമല്ല. പക്ഷെ ചൈന പോലും അത്രയും വലിയ $multi-billion ഇൻവെസ്റ്റ്മെന്റ്സ് അവിടെ നടത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അപ്പൊ പാകിസ്ഥാനെ വിശ്വസിക്കാൻ അയൽ രാജ്യങ്ങൾക്ക് പോലും പറ്റില്ല, ഈവൻ ചൈനയ്ക്ക് പോലും പറ്റില്ല എന്ന് പാകിസ്ഥാൻ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാകിസ്ഥാൻ ഒരു വലിയൊരു ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റി ഇപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ അവർ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല. കാരണം 1971 ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ, ബംഗ്ലാദേശിന്റെ ക്രിയേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള എത്നിക് മാർജിനലൈസേഷൻ ആയിരുന്നു അതിലേക്ക് എത്തിച്ചത്. കാരണം ഈസ്റ്റ് പാകിസ്ഥാനിലെ ആളുകൾക്ക്
പാകിസ്ഥാന്റെ പൊളിറ്റിക്സ് ഒരു റോൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് അവർക്കൊരു മോചനം വേണ്ടിയിരുന്നു. അതാണ് ബംഗ്ലാദേശിൽ ഉണ്ടായത്. അതേപോലെ തന്നെയാണ് ബലൂചിസ്ഥാന്റെ അവസ്ഥ, അതേപോലെ തന്നെയാണ് ഇപ്പോൾ POKയുടെ അവസ്ഥ. അപ്പൊ പാകിസ്ഥാന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ ഒരു കാലഘട്ടത്തിലെയോ അല്ല. ഇത് എല്ലാ കാലത്തുള്ള അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറൽ ഫെയിലിയർ ആയിട്ട് വേണം നമ്മൾ കാണാൻ. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഏതെങ്കിലും ഗവൺമെന്റ് വരുന്നു പോകുന്നു, ഒരു ഭാഗത്ത് എപ്പോഴും എല്ലാ കാലത്തും അവരുടെ ഈ ഫെയിലിയേഴ്സിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ കാശ്മീർ ഒരു വിഷയമായി ഉയർത്തുന്നു, ഇന്ത്യയെ ഒരു ശത്രുവായിട്ട് അവിടെ പ്രതിഷ്ഠിക്കുന്നു, ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള ഈ ടെററിസ്റ്റ് ആക്രമണം നടത്തുന്നു. അപ്പൊ അതിലൂടെ അവർ എപ്പോഴും ഡിഫ്ലക്ട് ചെയ്ത് വിടുമായിരുന്നു അവിടെ ഇന്റർണൽ ഇഷ്യൂസ്. ഇപ്പൊ അതേ ഇന്റർണൽ ഇഷ്യൂസ് ഒക്കെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഹൈപ്പർ ഇൻഫ്ലേഷൻ, ഡെറ്റ്, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം പാകിസ്ഥാനിലെ ഈ ഇഷ്യൂസ് എല്ലാം തന്നെ ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ബോഡീസ് അത് കാണണം, പാകിസ്ഥാനെ അല്ലെങ്കിൽ ഇസ്ലാമാബാദിനെ അതിനു വേണ്ടിയിട്ട് അക്കൗണ്ടബിൾ ആക്കണം. ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻ, എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻ, അതിനൊരു അവസാനം വരുത്താൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ബോഡീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫോറംസ് ഇടപെടുക തന്നെ വേണം പാകിസ്ഥാനിൽ. കാരണം ഈ ഒരു സമയത്ത് പോലും ചെയ്തിട്ടില്ല എങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു ടെററിസ്റ്റ് രാജ്യം വീണ്ടും അതിനെ യൂട്ടിലൈസ് ചെയ്ത് അയൽ രാജ്യങ്ങൾക്ക് ഒരു വലിയ ശല്യമായി മാറിക്കൊണ്ടിരിക്കും. വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ തന്നെയാണ്. ഡോക്ടർ അഭിലാഷ് ജി, നമുക്ക് അറിയാവുന്നതുപോലെ മറ്റൊരു ആംഗിൾ കൂടി നമ്മൾ ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ, അവിടെ താലിബാൻ ഭരണകൂടം പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ പല ഘട്ടങ്ങളിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിലെ അവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇന്ത്യ അഫ്ഗാൻ ബന്ധം എത്രത്തോളം നിർണായകമാണ് നിലവിലെ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കാരണം നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി പ്രിൻസിപ്പിൾസ് പ്രകാരം നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടങ്ങളെ ഏത് അതിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്താണെന്ന് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് പ്രാഗ്മാറ്റിക് റിയലിസത്തിൽ നിന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം പാകിസ്ഥാൻ അഗൈൻസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൗണ്ടർ വെയിറ്റ് ആണ്, ചൈനയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള കൗണ്ടർ വെയിറ്റ് ആണ്. ആ മേഖലയിലെ നമ്മുടെ സ്വാധീനം, നമ്മൾ തുടർന്ന് വന്നിരുന്ന സ്വാധീനത്തെ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൈക്കൊണ്ട ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ സെക്കൻഡറി ആയിട്ടുള്ളതാണ്. സോ അപ്പം അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇപ്പോൾ നിലവിൽ തന്നെ നമ്മൾ പല കരാറുകളിൽ ഏർപ്പെടുന്നു. അതുപോലെ തന്നെ അഗ്രികൾച്ചർ കോർപ്പറേഷൻ, അതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മേഖലകളിൽ നമ്മൾ സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഒരു കാലത്ത് ഈ നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ തിയറീസിലൊക്കെ പറഞ്ഞിരുന്നത് പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് ഡെപ്ത് എന്ന് പറയുന്നത് ഇന്ത്യയും ഇന്ത്യക്കുള്ളിൽ കശ്മീരിലെ ഇഷ്യൂ ആണ്. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഡെപ്ത് പോയിന്റുകളിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ നമ്മുടെ നെയ്ബറിംഗ് രാജ്യങ്ങളുടെ ഡെമോക്രാറ്റിക് സ്ട്രെങ്ത്തിന്റെ ടെസ്റ്റുകളുമാണ്. ഈ രീതിയിൽ കൂടി ഇതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. സോ അപ്പം അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നിലവിലെ ബന്ധം അത് സുദൃഢമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അഫ്ഗാനിസ്ഥാൻ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് മറ്റു രാജ്യങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ മറ്റ് അസസ്മെന്റുകൾക്കോ അപ്പുറത്ത് നിന്നുകൊണ്ട് ഭാരതത്തിന്റെ റിയാലിറ്റി അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഡിപ്ലോമാറ്റിക് നീഡ് എന്താണോ അതാണ് നമ്മളിപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. സോ അത് വളരെയധികം സുദൃഢമായിട്ട് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ഗ്രേറ്റർ പഷ്തൂൺ ഐഡന്റിറ്റി, ആ ഐഡന്റിറ്റിക്ക് ഒരു എൻഡോഴ്സ്മെന്റ് കൂടിയാണ് ഇതുവഴി കൊടുക്കുന്നത്. അതായത് അഫ്ഗാനിസ്ഥാൻ പഷ്തൂൺ സമൂഹം അവരുമായിട്ട് നമ്മൾക്കുള്ള ആ ഒരു കണക്ഷൻ അത് പാകിസ്ഥാൻ പഷ്തൂൺ സമൂഹവുമായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിനൊരു കൗണ്ടർ വെയിറ്റ് ആയിട്ട് ഈ ഒരു കാര്യം കൂടി അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പം ഈ ഒരു റിലേഷന്റെ ഒരു സ്ട്രെങ്തും സ്റ്റെബിലിറ്റിയും ഒക്കെ ഇപ്പം ഇവരെ മാറി ഇനി വേറൊരു ഗവൺമെന്റ് വന്നാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം വെച്ചാൽ ഇന്ത്യയുടെ ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെയുണ്ട്. അതുപോലെ ഈ പറയുന്ന രീതിയിലുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സിനകത്ത് പാകിസ്ഥാൻ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു കൗണ്ടർ വെയിറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു ബേസിക് അസംഷൻ. ഓക്കെ, ഒരു കാര്യം കൂടി, ബലൂചിസ്ഥാൻ മേഖല ഈ പറയുന്ന ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ അവരൊരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുകയാണെങ്കിൽ, അത്തരത്തിലുള്ള പ്രഖ്യാപനം അതിന്റെ പൂർണ്ണ തോതിൽ നടപ്പിലാവുകയാണെങ്കിൽ ഈ ഇറാന്റെ നിലപാട് കൂടി അതീവ നിർണായകം തന്നെയായിരിക്കില്ലേ ഡോക്ടർ അഭിലാഷ്? വളരെയധികം. കാരണം അതുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ ഭാഗമുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ തന്നെ കാണ്ഡഹാർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുണ്ട്. വളരെ സ്ട്രാറ്റജിക്കലി വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങളോട് ചേർന്നിട്ടുണ്ട് ബലൂചിസ്ഥാൻ. അപ്പം ഇവിടെയുള്ള ഇവരുടെ ബലൂച്ച് ഐഡന്റിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഭരണകൂടത്തിനാണ് ഇവർ ഒരുപക്ഷെ സ്വാതന്ത്ര്യം നേടിയാൽ മുൻഗണന ലഭിക്കുന്നതെങ്കിൽ അത് ഒരു സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും. പകരം ഈ ബലൂചിസ്ഥാൻ ബാൽക്കനൈസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റിന്റെ സ്ട്രെങ്ത് വളരെയധികം കുറയാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. യെസ് യെസ്
വ്യക്തമാണ്. ശ്രീ സഞ്ജയ്, നമുക്കറിയാം ഈ പലപ്പോഴും ഇന്ത്യയും അയൽരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ അനലൈസ് ചെയ്യുമ്പോൾ ഈ ചൈന വളരെയധികം ചർച്ചയിലേക്ക് വരുന്നുണ്ട്. ഒരു ഡിഫൻസ് പേഴ്സൺ എന്ന നിലയിൽ ഈ ചൈന നമുക്കൊരു ഊതി ഉറപ്പിച്ച ഒരു ബലൂൺ ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുമോ? നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു കടലാസ് പുലികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുമോ? കാരണം ഇന്ത്യ പഴയ പോലെയല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇന്ത്യ അല്ല. എല്ലാ തരത്തിലും ആയുധപരമായിട്ടും ടെക്നിക്കലായിട്ടും ഒക്കെ ഇന്ത്യ വളരെയധികം മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു. പ്രതിരോധ രംഗത്ത് വളരെയധികം മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ചൈനയെ ഒത്തിരി അങ്ങ് നമ്മൾ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ ഇല്ലല്ലോ. അങ്ങനെ ഒരു നിരീക്ഷണം. ഇപ്പൊ ഇപ്പം ശ്രീ മിഥുൻ പറഞ്ഞു വെച്ചിരുന്നു മുമ്പ് ഒരു കാര്യം. കാരണം ഗ്ലോബലി നമുക്കുള്ള അക്സെപ്റ്റൻസ് ഇപ്പൊ പറഞ്ഞ പാകിസ്ഥാൻ പ്ലസ് ചൈന അങ്ങനെ തന്നെ നമ്മൾ എടുത്താൽ പോലും നമുക്ക് ഗ്ലോബലി കിട്ടുന്ന അക്സെപ്റ്റൻസ് വളരെ വലുതാണ് അല്ലെ. ഭാരതം എന്ന് പറയുന്നത് ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇപ്പം പറഞ്ഞ ഡിസിഷൻ മേക്കറോ അല്ലെങ്കിൽ പോളിസി മേക്കറോ അല്ലെങ്കിൽ ഒരു അഡ്വൈസറോ ഈ വിശ്വഗുരു എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ആ തരത്തിൽ അല്ലെങ്കിൽ പോലും കാര്യങ്ങളെ മാറ്റിമറിക്കാനും സംവദിക്കാനും തക്ക ഒരു തലത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഭാരതവും വളർന്നു കഴിഞ്ഞു. അപ്പോൾ ചൈന എന്ന് പറയുന്ന നമ്മുടെ വോർ കേപ്പബിലിറ്റി, നമ്മുടെ കഴിവ് നമ്മൾ സമയാസമയങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ഒരു 70കളിലേക്ക് 50കളിലേക്ക് നമ്മൾ കടന്നു പോകും, പലവേണ്ട 90കളിൽ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ അന്യരാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ യുദ്ധസമാനമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റു രാഷ്ട്രങ്ങളിലേക്ക് നോക്കിയിരുന്ന സമയത്ത് നമ്മൾ മാറിയിട്ട് അനേക രാജ്യങ്ങളിലേക്ക് നമ്മൾ ഇന്ന് നമ്മുടെ യുദ്ധസാമഗ്രികൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമായി നമ്മൾ വളർന്നു കഴിഞ്ഞു. സന്ദർഭവശാൽ അയൽരാജ്യം തന്നെ നമുക്ക് അതിന് ഡെമോൺസ്ട്രേഷനുള്ള അവസരങ്ങളും പലപ്പോഴായിട്ട് ഉണ്ടാക്കി തന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് ഡെമോൺസ്ട്രേഷൻ ഇറാൻ അമേരിക്ക ഒക്കെ ചെയ്യുന്ന പോലെ മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരുടെ സൈനിക ബലം കാണിക്കാൻ നമുക്ക് താല്പര്യമില്ല, നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ഉണ്ടാക്കിയ സാഹചര്യങ്ങളിൽ വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ കഴിവും നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ധൈര്യവും എല്ലാം നമ്മൾ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് ഒരിക്കലും നമുക്ക് ചൈന നമ്മുടെ മുമ്പിൽ ഒരു വലിയ കാരണം നമ്മൾ സഹായിച്ചവരും നമ്മൾ സപ്പോർട്ട് ചെയ്ത രാഷ്ട്രങ്ങളും നമ്മുടെ മാൻ പവർ ഉള്ള രാജ്യങ്ങളും ഒക്കെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാനവശേഷിയുള്ള രാജ്യമാണ്. നമ്മളെല്ലാ രാജ്യങ്ങളും നമ്മുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ പൊളിറ്റിക്കലി ആണെങ്കിലും ഡിഫൻസിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളെ തോൽപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പണ്ട് കാലത്ത് കണ്ട ഒരു ചൈനയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഇന്ത്യ അല്ല ഇന്നെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓക്കെ, ശ്രീ മിഥുൻ, ഈ ചൈന അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അങ്ങയുടെ ഒരു നിരീക്ഷണം പ്രതീക്ഷിക്കും. ഇപ്പൊ ചൈനയുമായിട്ടുള്ള മേജർ ഒരു നമ്മള് ഇതിലൊരു ഇഷ്യൂ നമ്മൾ കാണേണ്ടത് ചൈനയുടെ ഒരു എക്കണോമിക് കോറിഡോർ പാകിസ്ഥാനിലേക്കുള്ള അത് ചൈന ഒരു വലിയ സ്ട്രാറ്റജിക് പ്രൊജക്ട് ആയിട്ടായിരുന്നു ഉപയോഗിച്ചത്. പക്ഷെ അതിപ്പോ ബാക്ക് ഫയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. കാരണം അറേബ്യൻ സീയിലേക്കുള്ള ചൈനയുടെ ആക്സസ് പോയിന്റ് ആയിട്ടാണ് ചൈന അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കിയത്. പക്ഷെ ഇപ്പൊ ചൈനയ്ക്ക് തന്നെ മനസ്സിലായി അതൊരു വലിയ ഇറ്റ് വാസ് എ ബാഡ് ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചൈന ഇന്ത്യ ഇഷ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കുറെയൊക്കെ നമുക്കത് ഡിപ്ലോമാറ്റിക് ലെവലിൽ ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. ചൈന ഒരിക്കലും ഒരു പാകിസ്ഥാനെ പോലെ ഒരു പ്രോക്സി വാർ നടത്തുന്ന ഒരു രാജ്യമല്ല. ഇപ്പൊ പാകിസ്ഥാന്റെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇപ്പൊ സറൗണ്ട് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളായിട്ട് ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇറാൻ ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ ഇവരൊന്നുമായിട്ട് ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് അല്ല പാകിസ്ഥാൻ ഉള്ളത്. ഇപ്പൊ പാകിസ്ഥാന്റെ ദുരന്ത ലൈൻ അത് അഫ്ഗാനിസ്ഥാൻ എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പൊ അവരുടെ ബോർഡർ ക്ലെയിംസ് പോലും തർക്കത്തിൽ കിടക്കുകയാണ് അഫ്ഗാനിസ്ഥാനായിട്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ കണക്കിലെടുത്തുകൊണ്ട് താലിബാൻ ഒരു പക്ഷേ അതിനെ യൂട്ടിലൈസ് ചെയ്തേക്കാം. അപ്പൊ പാകിസ്ഥാന്റെ ഇന്റർണൽ സിനാരിയോ പ്ലസ് അവർക്ക് ഈ പറയുന്ന പോലുള്ള അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം വലിയ രീതിയിലുള്ള ഒരു തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ ഒരു കംപ്ലീറ്റ് കൊളാപ്സ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത്. എല്ലാം പെട്ടെന്നാണ്, പക്ഷെ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ വരുന്നുവെങ്കിൽ ഇത്ര കാലമായിട്ടുള്ള ഒരു പ്രഷർ കുക്കർ ഇപ്പൊ പൊട്ടിത്തെറിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. ചൈന അതൊരു ഗ്ലോബൽ പവറാണ്, ഇന്ത്യയും ഒരു ഗ്ലോബൽ പവറാണ്. അപ്പൊ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ലെവൽസ് പലപ്പോഴും ഒരു എന്താ പറയുക എക്കണോമിക് ലെവലിലായിരിക്കാം. എക്കണോമിക് ലെവലിലുള്ള കോമ്പറ്റീഷൻസ് ആണ്. അവിടെ ഈ പറഞ്ഞ പോലെ പ്രോക്സി വാർസോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഈ പാകിസ്ഥാൻ മറ്റ് അയൽ രാജ്യങ്ങളോട് ചെയ്യുന്ന പോലത്തെ ഒരു നിലപാടല്ല. ആ രീതിയിലുള്ള ഒരു ഡൈനാമിക് അല്ല ഇന്ത്യ ചൈന റിലേഷനിൽ പ്ലേ ഔട്ട് ആവുന്നത്. ഓഫ്കോഴ്സ് രണ്ട് ഡെവലപ്പിംഗ് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു ചില വിഷയങ്ങളിലുള്ള എതിർപ്പുകളൊക്കെ നമ്മൾ വളരെ പ്രകടമായി തന്നെ അത് അറിയിക്കാറുണ്ട്. മാത്രമല്ല അത് ഡിപ്ലോമാറ്റിക് ലെവലിലാണ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത്. പക്ഷെ പാകിസ്ഥാന്റെ വിഷയങ്ങൾ അങ്ങനെയല്ല. അതിപ്പോ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കേ കാണുന്നതാണ്. കാരണം ഞങ്ങൾ അഖ്നൂറിലൊക്കെ പലപ്പോഴും ഈ ചില പ്രോക്സി ഗ്രൂപ്പ്സ് വന്ന് അറ്റാക്ക് ചെയ്തു പോകും. ഇതൊന്നും വാർത്തയാവില്ല എന്ന് ആരും എന്താ പറയുക വലിയ രീതിയിൽ അന്ന് മീഡിയ കവറേജ് ഒന്നും കിട്ടില്ലെങ്കിലും അവിടെയുള്ള വർക്ക്ഷോപ്പ് ആക്രമിക്കുക, ആർമി സ്കൂൾ ആക്രമിക്കുക, അപ്പൊ ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇന്ന് നമുക്കൊരു വളരെ ശക്തമായ ഒരു ഗവൺമെന്റ് ഉണ്ട്.
അതിപ്പം നമ്മുടെ ബോർഡർ ഏത് ഭാഗത്താണെങ്കിലും, ചൈന സൈഡാണെങ്കിൽ അങ്ങനെ, പാകിസ്ഥാന്റെ ഭാഗത്താണെങ്കിൽ അങ്ങനെ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ്. മാത്രമല്ല നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും, അതിപ്പോ ഒരു മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇടപെടേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും, ഡിപ്ലോമാറ്റിക് തലങ്ങളിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പം വളരെ കഴിവ് തെളിയിച്ച ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഈസ് എ സേഫ് നേഷൻ, ബട്ട് ഓൺ ദി അതർ ഹാൻഡ് പാകിസ്ഥാൻ ഇസ് ഫേസിംഗ് എ കംപ്ലീറ്റ് കൊളാപ്സ്. ഇപ്പൊ ഇന്ത്യ മൂൺ മിഷൻസും ഈ പറഞ്ഞ പോലെ ആദിത്യ മിഷനൊക്കെ നമ്മൾ നടത്താൻ വേണ്ടി നോക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ ഇവിടെ എന്താ പറയുക പാരാമിലിറ്ററി ഡിപ്ലോയ് ചെയ്തുകൊണ്ട് അവരുടെ ഇന്റേണൽ ഇഷ്യൂസ് തീർത്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് വേണ്ട ബ്രെഡ് ആൻഡ് ബട്ടർ ഇഷ്യൂസ് ആണ് പാകിസ്ഥാൻ അവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പൂർണ്ണ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമായിട്ട് നമ്മൾക്ക് ഈ ബോർഡർ പങ്കിടുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ആർ കേപ്പബിൾ ഓഫ് മാനേജിങ് ഇറ്റ്. പിന്നെ ചൈന റിലേഷൻസ് അത് പലപ്പോഴും നമുക്കൊരു ഡിപ്ലോമാറ്റിക് ലെവലിൽ എന്താ പറയുക ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രമേ ചൈനയുമായിട്ട് നമുക്കുള്ളൂ. പക്ഷേ ചൈന ഇപ്പൊ ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അത് ചൈനയ്ക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്തു. അത് ചൈനയ്ക്ക് വലിയൊരു പാഠമാവട്ടെ. ഇനി പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഇതുപോലുള്ള റിലേഷൻഷിപ്സിലേക്കൊക്കെ മറ്റു രാജ്യങ്ങൾ കടക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ് ഇതൊക്കെയെന്ന് അവർക്ക് പോലൊരു പാഠമാവട്ടെ. ഓക്കെ, ഡോക്ടർ അഭിലാഷ്, നമുക്കറിയാം ഈ പാകിസ്ഥാന്റെ കാര്യം എടുത്ത് പരിശോധിച്ചു കഴിയുമ്പോൾ ഇന്ത്യ പലതവണ പല രീതിയിൽ അവിടുത്തെ ടെറർ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ടെററിസത്തെ സ്പോൺസർ ചെയ്യരുത് എന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് പല രീതിയിൽ നൽകിയിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ, അത് കഴിഞ്ഞതിന് ശേഷം ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. അതിനെതിരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഏതെങ്കിലും തരത്തിൽ ജലം തടയാൻ ശ്രമിച്ചാൽ അതൊരു യുദ്ധപ്രഖ്യാപനമാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ എന്നിട്ടും നമുക്കറിയാം പല രീതിയിൽ പല വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഭീകരർ യഥേഷ്ടം അവിടെ വിഹരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ നിരവധി വാർത്തകളും ഉദാഹരണങ്ങളും ചിത്രങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ തല്ലണ്ടമാവാൻ ഞാൻ നന്നാവില്ല എന്ന ഒരു ശാഠ്യത്തിൽ തന്നെയല്ലേ പാകിസ്ഥാൻ? നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ പറയുന്ന പോലെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്ന് ശ്രമിച്ചാലും അവർ ഭീകരതയെ സ്പോൺസർ ചെയ്യും. അവരുടെ ഒരു DNA യിൽ തന്നെ അതുണ്ട് എന്നതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള സൂചനകൾ തന്നെയല്ലേ അത്? 100%. കാരണം 46 മുതൽ അങ്ങോട്ട് കാലാകാലങ്ങളായിട്ട് കൃത്യമായിട്ടുള്ള തിരിച്ചടി എത്ര തവണ കൊണ്ടാലും മനസ്സിലാവാത്ത തീവ്രവാദം കച്ചവടമാക്കി ഭക്ഷിക്കുന്ന ഒരു രാഷ്ട്രമെന്ന് പോലും പറയാൻ അർഹതയില്ലാത്ത ഒരു ആൾക്കൂട്ടമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കൊണ്ട് മനുഷ്യ സമൂഹത്തിനോ മനുഷ്യകുലത്തിനോ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ ഇന്ന് ഈ ദിവസം വരെ? ഒരു ഗുണം ഉണ്ടാവാത്ത ഒരു രാജ്യമാണ്. അതായത് മറ്റു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റു ചില താല്പര്യങ്ങളുടെ കൂലിപ്പടയാളിയായിട്ട് ഇന്ത്യക്ക് നേരെ ഇത്തരത്തിലുള്ള ചെറുകിട ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിനും അത് കഴിയുമ്പോൾ നമ്മുടെ കൃത്യമായിട്ടുള്ള മറുപടി, അപ്പൊ ബഹുമാനപ്പെട്ട സഞ്ജയ് സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവരുൾപ്പെടുന്ന ഒരു വലിയ വ്യൂഹത്തിന്റെ എന്താ പറയാ ക്രൂരമായ മർദ്ദനം പല തവണ ഏറ്റു വാങ്ങിക്കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞ ഒരു പോയിന്റ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ബ്ലഡ് ആൻഡ് വാട്ടർ വിൽ നോട്ട് ഫ്ലോ ടുഗദർ. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാനുള്ള കാര്യമേ അല്ല. സോ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല കുടിവെള്ളം പോലും വേണമെങ്കിൽ ഭാരതം പറയുന്ന വഴിക്ക് വന്നേ മതിയാകൂ. ആ നിലപാടെടുക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു നേതൃത്വമാണ് ഇന്ന് ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗുണം നമ്മുടെ നാടിന് ഉണ്ടാകുന്നുണ്ട്. പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഈ ഒരു തലവേദന അത് നമ്മുടെ ഒരു എന്താ പറയുക കാലാകാലങ്ങളായിട്ടുള്ള ഒരു ബാധ്യതയാണ്. അതിനെ ഇങ്ങനെ നമ്മൾ പലതവണയായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ തകർത്തുകൊണ്ടേയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സിസ്റ്റത്തെ പരിപൂർണമായിട്ട് ഡിസ്മാൻഡിൽ ചെയ്ത് കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അന്നായിരിക്കും ഒരുപക്ഷെ ഈ ശല്യത്തിൽ നിന്ന് നമുക്കൊരു എന്താ പറയുക ഒരു കൃത്യമായിട്ടൊരു ആശ്വാസം ലഭിക്കുക. കാരണം ഇതൊരു ഇറിറ്റന്റ് ആണ്. ഒരിക്കലും പാകിസ്ഥാൻ എന്ന് പറയുന്നത് അപകടകാരിയായ ഒരു വലിയൊരു വന്യമൃഗമൊന്നുമല്ല, ഒരു ഇറിറ്റന്റ് ആയിട്ടുള്ള ഒരു കൊതുകാണ്. ശരിക്കും പറയാം മൊസ്കിറ്റോ വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് സോട്ട്സ് ആൻഡ് വെപ്പൺസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ അവരുള്ളൂ. സോ അപ്പം ഓപ്പറേഷൻ സിന്ദൂർ കണ്ടിന്യൂയിങ് ആണ്. അതായത് ഇനി ഒരു തവണ പോലും ഭാരതത്തിലെ ഒരു വ്യക്തിയെങ്കിലും ഒരു പൗരനെയെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അത് ഭാരതത്തിനെതിരായിട്ടുള്ള ആക്രമണമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ നാഷണൽ സെക്യൂരിറ്റി ഡോക്ട്രിൻ മാറിയിട്ടുള്ളത്. അതൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പുകളാണ്. ഭാരതം മുന്നോട്ട് പോകുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു ശല്യത്തെ കൈകാര്യം ചെയ്യുവാനുള്ള കൃത്യമായ നടപടികൾ നമ്മൾ നയതന്ത്ര തലത്തിലും ഡിപ്ലോമാറ്റിക് തലത്തിലും സെക്യൂരിറ്റി തലത്തിലും എല്ലാം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതായിരിക്കും. ഓക്കെ, ഒരു കാര്യം കൂടി ഡോക്ടർ അഭിലാഷ്,
ഈ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ നീക്കങ്ങൾ അത് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, അത് എത്രത്തോളം ഒരു മേൽക്കോയ്മയിലേക്ക് പോയിട്ടുണ്ട് എന്നതിന്റെ വലിയൊരു ഉദാഹരണങ്ങൾ തന്നെയല്ലേ നമുക്ക് പാകിസ്ഥാനിൽ തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അജ്ഞാതരുടെ ഈ വിളയാട്ടങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അജ്ഞാതർ അവർ ആര് തന്നെ ആയിക്കഴിഞ്ഞാലും അവർക്ക് നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കാരണം ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഓരോരുത്തരെയും നമ്മൾ ഈ അടുത്ത് വന്നൊരു സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ നയാ ഹിന്ദുസ്ഥാനെ ഹം ഘർ മേ ഖുസ്കെ മാരെങ്കി ഹം ലോഗ് എന്ന് പറയുന്നത്, അതായത് വീട്ടിൽ കയറി തന്നെ തിരിച്ചടിക്കുമെന്ന് പറയുന്ന ആ ഒരു നയത്തിന്റെ ഒരു പക്ഷേ നമ്മളായിരിക്കാം ആ ഒരു നയത്തിന്റെ ഒരു പ്രതിഫലനമൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. അതായത് ഭാരതത്തെ ആക്രമിച്ചുകൊണ്ട് പാകിസ്ഥാനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്നുള്ള ആ സ്വപ്നമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള അടിക്ക് തിരിച്ചടി മാത്രമല്ല പലിശ ചേർത്തുള്ള അടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു സന്ദേശം പലതവണ നൽകിക്കഴിഞ്ഞു. ഇനിയും അത് തുടരുന്നു തന്നെ നമ്മൾ പ്രത്യാശിക്കുന്നു. വളരെ സന്തോഷത്തോടെ തന്നെ പ്രത്യാശിക്കുന്നു അത്തരം കാര്യങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന്. നമ്മൾ ചർച്ച വൈൻഡപ്പ് ചെയ്യാണ്. അതിശക്തമായിട്ടുള്ള ഒരു നിലയിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്. അത് സൈനികപരമായിക്കോട്ടെ, സാമ്പത്തികപരമായിക്കോട്ടെ, ഒരു ടെക്നോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ആ രീതിയിൽ ആയിക്കോട്ടെ ശക്തമായിട്ടുള്ള ഒരു നിലയിൽ തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് ആര് തന്നെയായാലും അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുവാനുള്ള ഒരു ശക്തി ഇന്ത്യക്കുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒപ്പം തന്നെ ഈ പാകിസ്ഥാനിൽ നടക്കുന്ന, ഈ ബലൂചിസ്ഥാൻ പോലുള്ള മേഖലകളിൽ നടക്കുന്ന അത്തരത്തിലുള്ള വാർത്തകൾ, അല്ലെങ്കിൽ അതൊരു സ്വതന്ത്ര രാഷ്ട്രമായി നീങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ, അതും ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും ലോക രാജ്യങ്ങളിൽ ഇന്ത്യക്കുള്ള ആ ഒരു യശസ്, ഇന്ത്യക്കുള്ള ആ ഒരു കീർത്തി, അത് ശത്രു രാജ്യങ്ങൾക്ക്, ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്ക് അതൊരു പാഠമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ സഞ്ജയൻ, ഒപ്പം തന്നെ ഡോക്ടർ അഭിലാഷ് ജി രമേശ്, ഒപ്പം തന്നെ ശ്രീ മിഥുൻ വിജയകുമാർ, 3 പേർക്കും നന്ദി.